ഹായ് ഫ്രണ്ട്സ്, ചേന എങ്ങനെ നന്നായി വിളവെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഒരു സുഹൃത്തിന് നല്ല വിളവ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതാണ്. ഒരു ചാക്കിൽ 1/4 ഭാഗത്തോളം കരിയില ഇടുക. അതിന് പുറമേലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണിൽ മിക്സ് ചെയ്ത മിശ്രിതം ഇട്ട് കൊടുക്കുക. വീണ്ടും ലെയറായിട്ട് കരിയില ഇടുക, ചാണകപ്പൊടി മിശ്രിതം ഇടുക. അങ്ങനെ ഒരുവിധം ചാക്കിൻ്റെ 1/4 ഭാഗത്തോളം നിറയ്ക്കുക. ഹസ്ബൻഡ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 10 ചാക്കിലാണിത് ചെയ്യുന്നത്. കൊച്ചു കർഷകരെന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് കിളിർപ്പ് വന്നിട്ടുണ്ട്. ഞാനൊരു ചേന 4ആയിട്ട് പിളർന്നാണ്, ഒരു വലിയ ചേന 4ആയിട്ട് പിളർന്നാണ് വയ്ക്കുന്നത്. ചെറുത് 2ആയിട്ട് എടുക്കും. ഇനി ഇതിൻ്റെ പുറമേലേക്ക് ആ മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറ്റാർവാഴയുടെ തണ്ടൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചേനയുടെ മുഖക്കുരു മാറാനോ നിറവ് സൗന്ദര്യം വെക്കാനല്ല കേട്ടോ, വേഗത്തിൽ കിളിർത്ത് വരാനാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കൊന്നപ്പത്തലിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. അത് വേഗത്തിൽ ചീഞ്ഞ് വളമായിക്കൊള്ളും അതിലേക്ക്. അങ്ങനെ കിളിർത്ത് വന്ന ചേനയാണ്. 10 ചുവടും കിളിർത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരീക്ഷിക്കാന്നേ, ഏറെ മണ്ണിൽ നടുന്നതിനേക്കാൾ വിളവ് കൂടുതൽ കിട്ടുന്നുണ്ടോയെന്ന്. എല്ലാം പരീക്ഷിക്കണമല്ലോ. അതുപോലെ ചെറുകിഴങ്ങ് സ്ഥല സൗകര്യം കുറവായത് കാരണം ഞങ്ങൾ ഒരു മുള നട്ടിട്ട് അതിലേക്ക് എല്ലാ ചുവടിൽ നിന്നും കിളിർത്ത് വരുന്നത് പടർത്തി കയറ്റുകയാണ് ചെയ്തിരുന്നത്. അതൊന്ന് കണ്ടു നോക്കൂ. ഞാനത് നടുന്നത് വീഡിയോ ഇട്ടിരുന്നു. പടർത്തി കയറിയതിന് ശേഷം കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് കണ്ടു നോക്കൂ. ഓരോ ചുവടും മുളയിലേക്ക് നമ്മൾ കയറിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ വെറ്റില കൊടിയൊക്കെ കയറ്റുന്ന പോലെ. സ്ഥല സൗകര്യം കുറവാണെങ്കിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ഇടണേ. അടുത്ത വീഡിയോയിൽ കാണാം.